ഇന്ന് ഞാൻ മന്തി റൈസ് കൊണ്ട് നല്ല അടിപൊളി റെസിപ്പി ഉണ്ടാക്കിയിട്ട് കാണിച്ചു തരാം. പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന രീതിയിലാണ് കേട്ടോ ഞാൻ ചെയ്ത് കാണിക്കുന്നത്. നിങ്ങൾക്ക് ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് ഇതേപോലെ ചെയ്താൽ മതിയാവും കേട്ടോ. പെട്ടെന്നൊക്കെ ഗസ്റ്റൊക്കെ വരികയെന്ന് വെച്ചാൽ ഇതേപോലെ ചെയ്താൽ മതി. ഞാനിവിടെ വൈറ്റ് അരിയാണ് എടുത്തത്. ഇതിപ്പോൾ 1/2 കിലോ അരി ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു 1/2 കിലോ അരിൻ്റെ കണക്ക് വെച്ചിട്ടാണ് ഞാൻ ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്നവർ വീഡിയോക്ക് മറന്നു പോകാണ്ട് ഒരു ലൈക്ക് തരിക, എന്തെങ്കിലും ഒരു കമൻറ്റും ഇടുക കേട്ടോ. അതുപോലെ തന്നെ ഫേസ്ബുക്ക് കാണുന്നവർ ഒന്ന് ഫോളോ ചെയ്യാൻ മറന്നു വെറുതെ. ഈ ഒരു അരിയില്ലേ നമ്മളൊരു 1/2 മണിക്കൂർ കുതിർത്ത് വെക്കണം. നല്ലോണം കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഒരു 1/2 മണിക്കൂർ വെള്ളം ഒഴിച്ചിട്ട് കുതിർത്ത് വെക്കുക കേട്ടോ. ഇനി നമുക്കൊരു കുക്കർ അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം. അതൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് കുറച്ച് നല്ല നെയ്യ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ സൺഫ്ലവർ ഓയിലോ ഏതെങ്കിലും ഓയിൽ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ വേണ്ട കേട്ടോ, ഓയിൽ തന്നെ ഒഴിച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ കുറച്ച് മാത്രം മതി കേട്ടോ. അപ്പോൾ ഇതാ അതും കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് നല്ലോണം ഒന്ന് ചൂടായി വന്നാൽ നമുക്കിതിലേക്ക് ഗ്രാമ്പൂ, ഏലക്ക, കറുവപ്പട്ട ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഒരു കറുവപ്പട്ട എടുത്ത് വെച്ചിട്ടുണ്ട്, ബാക്കി അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 5-8 ഗ്രാമ്പൂ ഉണ്ടായിരുന്നു, അതിൽ 3 ഞാൻ ബാക്കി വെച്ചിട്ടുണ്ട്, ബാക്കി അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഞാൻ തക്കോലം ചേർത്ത് കൊടുത്തിട്ടുണ്ട്, 2 തക്കോലം കേട്ടോ. പിന്നെ ഏലക്ക 3 ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കൂടുതൽ വേണ്ട കേട്ടോ, സ്പൈസസ് കുറച്ച് മതി. അതൊന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് 1/2 മുറി ഉള്ളി, വലിയ ഉള്ളി അതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതേപോലെ കട്ട് ചെയ്തിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി അതൊന്ന് ചെറുങ്ങനെ ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആക്കിയത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കേട്ടോ. പിന്നെ പച്ചമുളക് ചേർത്ത് കൊടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണമെങ്കിൽ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാനിപ്പം ഇവിടെ കുറച്ച് മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത്. എല്ലാം കൂടി ഞാൻ മിക്സിൻ്റെ ജാറിലിട്ട് അടിച്ചതായിരുന്നു കേട്ടോ. ഇതാണ് നമ്മളെടുത്തത്. അപ്പോൾ ഇത് ഞാൻ മിക്സിൻ്റെ ജാറിൽ ഒന്ന് അടിച്ചതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അത് പച്ചമണം പോകുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് തക്കാളിയും കൂടി അടിച്ചെടുക്കണം കേട്ടോ. ഞാൻ 2 തക്കാളിയും കൂടി അടിച്ചെടുക്കുന്നുണ്ട്. നമ്മൾ ഈ ഒരു പച്ചമുളക് അടിച്ച ആ ഒരു ജാറിൽ തന്നെയാണ് തക്കാളി അടിക്കുന്നത്. ഇനി ഇത് നല്ലോണം പച്ചമണം പോകുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കുക. അതിന് ശേഷം നമുക്ക് തക്കാളി അടിച്ചതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. 2 തക്കാളിയാണ് കേട്ടോ ഞാൻ എടുത്തത്. അധികം കളറില്ലാത്ത തക്കാളിയാണിത്, അതുകൊണ്ടാണ് ആ ഒരു കളറ് കാണുന്നത്. അപ്പം നിങ്ങളെടുക്കുന്ന സമയത്ത് പഴുത്ത തക്കാളി നോക്കിയിട്ട് എടുത്താൽ മതി. ഇതിലേക്ക് ഞാൻ ഒരു മാഗി ക്യൂബ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1 അല്ല കേട്ടോ, 1ൻ്റെ പകുതി ഭാഗമാണ് ഞാൻ ചേർത്ത് കൊടുത്തത്. നമ്മളിപ്പോൾ ഒരു പാക്കറ്റ് വാങ്ങിയാൽ അതിൻ്റെ 2 കട്ട ഉണ്ടാവില്ല. അപ്പോൾ ആ ഒരു കട്ട മാത്രമാണ് കേട്ടോ ചേർത്ത് കൊടുത്തത്. ഇനി ഇതിലേക്ക് മല്ലിച്ചപ്പും പുതിനച്ചപ്പും ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ കറിൻ്റെ പീസിലാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. അതാവുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് വെന്ത് കിട്ടും. അപ്പം മസാലയൊക്കെ നല്ലോണം തന്നെ പിടിച്ച് കിട്ടും. ചിക്കൻ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് നല്ലോണം തന്നെ വഴറ്റി കൊടുക്കുക. ആ ഒരു മസാല എല്ലാ ഭാഗത്തും പിടിക്കുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കുക. ഇനി നമ്മൾ തക്കാളി അടിച്ച ഒരു ജാറില്ലേ, അത് കഴുകിയിട്ട് കുറച്ച് വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. വെള്ളം കൂടി പോകാൻ പാടില്ല കേട്ടോ, കുറച്ച് മാത്രം മതി. ഇതൊന്ന് ചിക്കൻ ഒന്ന് വെന്ത് കിട്ടാനുള്ള ഒരു പാകത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്താൽ കുറച്ച് മാത്രം കേട്ടോ. അപ്പോൾ അതും കൂടി ഒഴിച്ചതിന് ശേഷം നമുക്ക് പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് കുരുമുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാൻ കായ് കുരുമുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ പൊടിച്ചിട്ട് അങ്ങനെ ഇട്ട് കൊടുക്കുക. ഇങ്ങനെ ആകുമ്പോൾ നല്ല രസമാണ് കേട്ടോ ഇതിൻ്റെ അകത്ത് ഇങ്ങനെ കടിക്കുന്ന സമയത്ത്. അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ഗരം മസാലപ്പൊടിയാണ് കേട്ടോ വേണ്ടത്. അപ്പോൾ ഇത് നമ്മൾ സെയിൽ ചെയ്യുന്ന ഗരം മസാലപ്പൊടിയാണ്. ആർക്കും വേണമെങ്കിൽ പറഞ്ഞാൽ ഇത് 250ൻ്റെ പാക്കറ്റും മറ്റേത് 100 ഗ്രാമിൻ്റെ പാക്കറ്റാണ് കേട്ടോ. പിന്നെ ഇങ്ങനത്തെ എല്ലാ ഐറ്റംസിലും നിങ്ങൾക്ക് ഇത് ചേർത്ത് കൊടുക്കാൻ പറ്റും കേട്ടോ. ഞാനിപ്പോൾ വേറെ മസാലപ്പൊടിയും കാര്യങ്ങളൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. ഇതൊരു നുള്ളു മാത്രമാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. നല്ല ഫ്ലേവറാണ് കേട്ടോ. അപ്പോൾ ആർക്കും വേണമെങ്കിൽ ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ നമ്മൾ എവിടെ കാണിച്ചാലും കൊറിയറായിട്ട് അയച്ചു കൊടുക്കുന്നത്. പിന്നെ നമ്മളതായ രീതിയിൽ ചെയ്തെടുത്തതാണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ വെജിറ്റബിൾ കറി അതുപോലെ തന്നെ മുട്ടക്കറീൻ്റെ ഒക്കെ ഉപയോഗിക്കാൻ പറ്റും കേട്ടോ. രാവിലെ തന്നെ നമ്മൾ ചെയ്യുന്ന സമയത്ത് ഒരു നുള്ള് അത് ഈ കറിൻ്റെ അകത്തൊക്കെ ചേർത്ത് കൊടുക്കാന്ന് വെച്ചാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ കറിക്കൊക്കെ ഉണ്ടാവുക. അപ്പോൾ ഒരുപാട് ആൾക്കാർ വാങ്ങിയിട്ട് നല്ല റിവ്യൂ പറഞ്ഞൊരു ഗരം മസാല പൊടിയും കൂടിയാണ് കേട്ടോ. പിന്നെ ഞാൻ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുത്തതിന് ശേഷം ഞാനൊന്ന് മൂടി വെച്ചിട്ട് ഒന്ന് ചിക്കൻ വേവിച്ചെടുക്കുന്നുണ്ട്. വേറെ മസാലപ്പൊടിയും കാര്യങ്ങളൊന്നും നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ. ഇനി ഒരു ചെമ്പിൽ
ചെമ്പിൽ വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിന് അളവും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ, കുറച്ച് വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് പാകത്തിനുള്ള ഉപ്പും അതുപോലെ തന്നെ നമ്മൾ കുറച്ച് ഗ്രാമ്പൂ, ഏലക്ക, പട്ടയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ, അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തു. വെള്ളത്തിലേക്ക് ഞാൻ പിന്നെ കുറച്ച് ഓയിലും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ, നമ്മളെ അരി ഒട്ടി പിടിക്കാണ്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ്. ശേഷം വെള്ളം നല്ലോണം തിളച്ചതിന് ശേഷം നമുക്കിതിലേക്ക് അരി ചേർത്ത് കൊടുക്കാം. നമ്മൾ അരമണിക്കൂർ കുതിർത്ത് വെച്ചതായിരുന്നു കേട്ടോ അരി. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. ഇനി ഇത് നമ്മൾ നല്ലോണം വേവിക്കേണ്ട ആവശ്യമില്ല കേട്ടോ, ഒരു ഹാഫ് വേവിലെടുക്കാം. ചോറ് ഇവിടെ ഒരു ഹാഫ് വേവിൽ വെന്ത് കിട്ടിയിട്ടുണ്ട്, ഇത്രയും മതിയാവും. അപ്പോൾ ഇത് നമുക്കൊന്ന് വെള്ളം ഊറ്റിയെടുക്കണം. സാധാരണ നമ്മൾ ചോറ് ഊറ്റില്ലേ അതുപോലെ തന്നെ ഊറ്റിയെടുത്താൽ മതി. ഇനി ഇതാ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ചിക്കൻ്റെ ഒരു മസാലയില്ലേ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൽ നിന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ നിന്ന് ചിക്കൻ എടുത്തിട്ട് പൊരിച്ചെടുക്കുക, അല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, ഇങ്ങനെ തന്നെ ഇട്ടാൽ മതി. ഞാൻ ഇങ്ങനെ തന്നെ വെക്കുകയാണ് ചെയ്യുന്നത്. നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു മസാല കഴിക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇതിലേക്ക് ഞാൻ നല്ല ജീരകമാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഒരു ടീസ്പൂൺ അളവിൽ നല്ല ജീരകം ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട്, നമ്മൾ നേരത്തെ ചേർക്കാത്തത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നല്ല ജീരകത്തിൻ്റെ കളറ് മാറും കേട്ടോ. അപ്പോൾ ഒരു മസാലക്കൊക്കെ കറുത്ത കളറായിരിക്കും. ഇനി ഇതാ നമ്മൾ വേവിച്ച് വെച്ച ചോറ് ഊറ്റിന്നു കേട്ടോ, അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് എന്നിട്ട് നല്ലോണം ഇളക്കി യോജിപ്പിച്ച് ഇട്ട് കൊടുക്കുക. ആ ഒരു മസാല എല്ലാ ഭാഗത്തും ആകുന്നത് വരെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക, ഇത്രയും മതിയാവും. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മല്ലിച്ചപ്പും പുതിനച്ചപ്പും ഇതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കാം. എന്നതിന് ശേഷം നമുക്കിത് മൂടി വെച്ചിട്ട് ഒരു ഒറ്റ വിസിലടിക്കുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കട്ടോ. ഒറ്റ വിസിൽ മാത്രം അടിച്ചാൽ മതി. അപ്പോൾ പാകത്തിനുള്ള ഉപ്പൊക്കെ ഉണ്ടോ നോക്കട്ടോ, അതിന് ശേഷം ഒറ്റ വിസിലടുപ്പിച്ചെടുത്താൽ മതിയേ. അപ്പോൾ ഒരു വിസിലടുപ്പിച്ച് നമ്മൾ ആവിയൊക്കെ പോയതിന് ശേഷം നമ്മൾ ചോറ് തുറന്ന് നോക്കിയിട്ടോ, നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. നമ്മളെ മന്തി എന്ന് പറയുക, നിങ്ങൾക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ അങ്ങനെ വിളിക്കട്ടോ. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനും വേണ്ടിയിട്ട്. അപ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും ഇതേപോലെ ചെയ്ത് നോക്കട്ടെ. ഞാനിപ്പം പുകയൊന്നും ഇടുന്നില്ല, ഇതിങ്ങനെ തന്നെയാണ് കഴിക്കുന്നത്. അപ്പോൾ ചോറ് കണ്ടില്ലേ ഒട്ടി പിടിക്കാണ്ട് നല്ല അടിപൊളിയായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഏതറിയാത്തവർക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ, നല്ല ടേസ്റ്റാണ്. അപ്പോൾ ചെയ്യാൻ അറിയാത്തവർ ഇതേപോലെ ഒന്ന് ചെയ്താൽ മതിയേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇനി അടുത്ത ഇതേപോലത്തെ പുതിയ വീഡിയോയിൽ കാണാം.